കൂട്ടുകാർക്കും ജസ്റ്റ് റൈറ്റ് മീഡിയയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് ഒരു വൈബ്രന്റ് ഗ്രൂപ്പിനൊപ്പമാണ്. അതെ, മുഹമ്മദൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്. തൃശൂർ ജില്ലയിലെ കനോലി കനാലിന് തീരത്തുള്ള ഒരു സുന്ദര ഗ്രാമമാണ് തിരുനല്ലൂർ. ഈ ഗ്രാമത്തിന്റെ സ്പന്ദനമാണ് മോർ ദൻ 60 years എക്സ്പീരിയൻസ് ഉള്ള ഈ ക്ലബ്ബ്. അതുമാത്രമല്ല, മോർ ദൻ 10 years ആയി ഖത്തറിലും ഈ ഗ്രൂപ്പ് ആക്റ്റീവ് ആണ്. ഈ പ്രഷ്യസ് ഫ്രണ്ട് സർക്കിൾ ആണ് ഇന്ന് നമ്മോടൊപ്പം കൂടെയുള്ളത്. അതുമാത്രമല്ല, ഇന്ന് ഇവർ ഫുട്ബോൾ ടൂർണമെന്റും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫ്രണ്ട് സർക്കിളിന്റെയും വാശിയേറിയ പോരാട്ടത്തിന്റെയും വിശേഷങ്ങളിലേക്ക് നമ്മുടെ നേതൃത്വം ബഷീർക്കാണ് നമ്മൾ കപ്പടിച്ചിരുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് മുഹമ്മദൻ ഖത്തറിന്റെ ഒഫീഷ്യൽ കൂടെയാണ്. ഐ വോണ്ട് ടു ഇൻട്രൊഡ്യൂസ് ദം. Sharafuddin, I'm joint secretary for the men's. എൻ്റെ പേര് റഹ്മാൻ, മുഹമ്മദ് ഖത്തറിൻ്റെ ക്രിക്കറ്റിൻ്റെ വൈസ് ക്യാപ്റ്റനാണ്. KG റഷീദ്, മുഹമ്മദ് ഖത്തറിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ഞാൻ ഹംദാൻ, മുഹമ്മദ് ഖത്തറിൻ്റെ ജോയിന്റ് സെക്രട്ടറിയാണ്. ഞാൻ മൊയിനുദ്ദീൻ, മുഹമ്മദൻ ഖത്തറിൻ്റെ കോർഡിനേറ്ററാണ്, ടീം കോർഡിനേറ്റർ. തൗഫീഖ്, ഞാൻ മുഹമ്മദ് ഖത്തറിൻ്റെ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനാണ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ബ്യൂട്ടിഫുൾ ഇൻട്രൊഡക്ഷൻ. ഇപ്പോ മുഹമ്മദൻ ഖത്തറിന്റെ ബിഗിനിങ്ങിനെ കുറിച്ച് ഏതെങ്കിലും പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ആദ്യം എനിക്ക് പറയാനുള്ളത്, ഞങ്ങളെ ബിഗിനിങ് ഉണ്ടായിരുന്ന ഞങ്ങളെ ടീം പ്രസിഡന്റ്, അതുപോലെ തന്നെ മാനേജർ, രണ്ടുപേരൊന്നും ഇവിടെ ഇല്ല, വെക്കേഷനിലാണ്. പൗരാഭാവത്തിൽ ഞങ്ങൾ സംസാരിക്കുകയാണ്. ഞങ്ങൾ 2015 രൂപീകരിച്ചത്. അതുപോലെ തന്നെ ബിഗിനിങ്ങിൽ ഉണ്ടായിരുന്ന ക്യാപ്റ്റനും ഖത്തർ വിട്ടുപോയി, ഷിഹാബ്ദീൻ. അപ്പോൾ അവരുടെ പേരൊന്നും പരാമർശിക്കുകയാണ്. പ്രസിഡൻ്റാണ് സലീം നാലകത്ത്, മാനേജർ ഷെയ്ദാജ്, ക്യാപ്റ്റൻ ഷിയാബ്. 2015 ഞങ്ങൾ തുടങ്ങുമ്പോൾ ഞങ്ങൾ മുന്നിൽ നിന്നിട്ട് ഞങ്ങളെ നയിച്ചത് ഞങ്ങളെ നാട്ടുകാരനായ ഞങ്ങളെ ജ്യേഷ്ഠ സഹോദരനായ ഷർഫുഖാണ്, സിറ്റി എക്സ്ചേഞ്ച് CEO ഷർഫു PH. അദ്ദേഹമാണ് ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഒരു ഐഡിയ തന്നതും ഇതിനു വേണ്ട എല്ലാ കിറ്റ്, അതുപോലെ തന്നെ ഇന്നേ വരെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് മൂപ്പരാണ്. അത് ഒരിക്കലും അത് പറയാതിരിക്കാൻ വയ്യ. ഞങ്ങളെ ചീഫ് പാറ്റേൺ കൂടിയാണ് ഇദ്ദേഹം. ഫസ്റ്റ് മാച്ച് ദോഹ ഫൈറ്റേഴ്സ് ആൻഡ് റീബ്രോസ് ആയിരുന്നു. അതിൽ 1-0 റീബ്രോസ് ആണ് വിൻ ചെയ്തത്. സോ ലെറ്റ്സ് വിൽ ഗോ ആസ്ക് ദ വിന്നേഴ്സ് അബൌട്ട് വാട്ട് ദേ ആർ ഫീലിംഗ് നൗ ആൻഡ് വിൽ എക്സ്പീരിയൻസ് ഇറ്റ് ലൈവ്. So winners, how are you feeling now? നമ്മുടെ നേതൃത്വം ബഷീർക്കാണ് നമ്മൾ കപ്പടിച്ചിരുന്നത്. രണ്ടായിരത്തി 2015 വെറും 9 പേര് വെച്ചിട്ട്, അതും ഞങ്ങൾ നാട്ടുകാരായ 9 പേര് വെച്ചിട്ടാണ് മുഹമ്മദൻ ഖത്തർ രൂപീകരിച്ചത്. ഇപ്പോൾ 2026 11 വർഷത്തിൽ നിൽക്കുമ്പോൾ ആ 9 പേരിൽ നിന്ന് ഞങ്ങൾ 70 പേരുള്ള ഒരു വലിയ കൂട്ടായ്മയായിട്ട് വളർന്നു. അപ്പം ഞങ്ങൾക്ക് ക്രിക്കറ്റിലും ഫുട്ബോളിലും വേറെ ഗ്രൂപ്പുകളുണ്ട്. എല്ലാ വർഷവും ഇതുപോലെ ഒരു മാച്ച് സംഘടിപ്പിക്കാറുണ്ട്. എല്ലാവരും ഒരുമിച്ചിരുന്ന് 4 ടീമുകളാക്കി തിരിഞ്ഞ ഒരു ഇന്റർനെറ്റ് ടൂർണമെന്റ്. അതിനുശേഷം എല്ലാവരും ഭക്ഷണം കഴിച്ച് പിരിയാറുണ്ട്. അപ്പോൾ അതൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് ഈ വരുന്ന ടീം തന്നെയാണ്. അവർക്കെല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറയണം. ഞങ്ങൾ തുടങ്ങി വെച്ചത് ഞങ്ങൾ നാട്ടുകാരായ 9 പേരാണ്. പിന്നെ അത് 70 പേരിലെത്തി നിൽക്കുമ്പോൾ നാട്ടുകാരായിട്ടുള്ള ഒരു 10-40 പേരുണ്ടാവും. ബാക്കിയുള്ളൊരു 30ഓളം പേര് കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്നുള്ളവരാണ്. പക്ഷേ ഒരിക്കലും നമ്മളവരെ മാറ്റി നിർത്തുകയോ അവർക്ക് അങ്ങനെ തോന്നിയിട്ടോ ഇല്ല. നമ്മളടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പോകാൻ തോന്നില്ല, അവർ ഞങ്ങളുടേതായി മാറി. പിന്നെ ഈ മുഹമ്മദൻ ഖത്തർ എന്നുള്ള പേര് വരാൻ കാരണം ഞങ്ങളൊക്കെ വളരെ ചെറുപ്പത്തിൽ
ഞങ്ങളുടെ നാട്ടിലൊരു ക്ലബ്ബുണ്ട്, ഇപ്പോഴും ആ ക്ലബ്ബുണ്ട്, മുഹമ്മദ് തിരുനെല്ലൂർ. ആ ക്ലബിൻ്റെ കളിക്കാരുടെ അവരുടെ കളിയും അല്ലെങ്കിൽ ആ ക്ലബ്ബ് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ 9 പേര് വെച്ചിട്ടൊരു ടീം രൂപീകരിക്കുമ്പോൾ പേരിന് വേണ്ടി ഒന്നും അലയേണ്ടി വന്നില്ല. ആ മുഹമ്മദ് എന്നുള്ള പേര് തന്നെ എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയായിരുന്നു. Great. That's really great for your success. For each one of you is giving your full support and hard working. താങ്ക് യു സോ മച്ച്. That's really great. Thank you. താങ്ക് യു. അടുത്തായിട്ട് കൂടുതൽ പറയരുത്. എൻ്റെ ജോയിന്റ് സെക്രട്ടറി അന്താന് 2 വാക്ക് പറയാൻ. ഇല്ല, തീർച്ചയായിട്ടും ഞങ്ങൾ ഈ ഒരു ക്രിക്കറ്റ് കൂട്ടായ്മ അല്ലെങ്കിൽ ഫുട്ബോൾ കൂട്ടായ്മ എന്നതിനേക്കാൾ ഉപരി ഞങ്ങളുടെ നാട്ടിലാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സാമൂഹികപരമായിട്ടും സാംസ്കാരികപരമായിട്ടും സാന്ത്വനമായിട്ട് പോലും ഞങ്ങൾ എല്ലാവർക്കും എന്താ പറയുക ഒരു കൂട്ടാണ്. ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ എന്താ പറയുക എക്സ്പാട്രിയറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എപ്പോഴും ഒരു എലോൺ അല്ലെങ്കിൽ നമുക്കൊരു ഒറ്റപ്പെട്ടിട്ടുള്ളൊരു ലൈഫായിരിക്കും ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞങ്ങൾക്ക് ഫ്രൈഡേ ആവാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യും. അതുപോലെ തന്നെ ട്യൂസ്ഡേ ആവാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ഫ്രൈഡേ ആവുന്നത് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ട്, ട്യൂസ്ഡേ ആവുന്നത് ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട്. ഈ കളിക്കുന്നതിനേക്കാൾ ഉപരി എല്ലാവരും കൂടെ ഒന്ന് കൂടുക എന്നുള്ളതാണ്. അതാണ് ഞങ്ങളുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഒരു ഗെറ്റ് ടുഗെദർ പോലെ, ഒരു ഫാമിലി പോലെ, മോർ ദാൻ ലൈക്ക് ഇറ്റ്സ് നോട്ട് ലൈക്ക് എ ക്ലബ്, ഇറ്റ്സ് ലൈക്ക് എ ഫാമിലി. എക്സാക്ട്ലി. താങ്ക് യു സോ മച്ച്. Thank you so much for your time. Thank you. ടീം സ്പാഡൻ FC versus ഷൂട്ടർ FC ആയിരുന്നു സെക്കൻഡ് മാച്ച്. അതില് 2-1 വിൻ ചെയ്തത് ഷൂട്ടേഴ്സ് FC ആണ്. സോ ലെറ്റ്സ് ആസ്ക് അബൌട്ട് ദെയർ എക്സ്പീരിയൻസ് ആഫ്റ്റർ വിന്നിംഗ്. Winners, congratulations. And how are you feeling after winning the match? Super, great. ആരായിരുന്നു ഗോള് ഇട്ടത്? അവരുടെ പേര് ആഷിം. ഓ, കൺഗ്രാറ്റുലേഷൻസ്. Thank you. ആരാണ് ക്യാപ്റ്റൻ ഈ ടീമിന്റെ? ഓ, കൺഗ്രാറ്റുലേഷൻസ് ടു. സോ ആരാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയർ നിങ്ങളുടെ ടീമില്? എല്ലാരും ഒരു സ്പെഷ്യൽ എല്ലാരും സ്പെഷ്യൽ ആണോ? അതാണ് ടീമിന്റെ സ്പെഷ്യൽ, അതാണ് ടീമിന്റെ യൂണിറ്റി ടു. ഓക്കെ, എനിവേ കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് നെക്സ്റ്റ് മാച്ചിൽ യു ഗോണ വിൻ. Yeah, for sure. കപ്പടിച്ചേക്കും. ഹായ്, ഗുഡ് ഈവനിങ്. നമ്മളുടെ മുഹമ്മദ് ഖത്തറിന്റെ സീസണൽ ക്ലോസിംഗ് ഫുട്ബോൾ ടൂർണമെന്റ് വളരെ ഭംഗിയായിട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. മുഹമ്മദൻസിന്റെ ഒഫീഷ്യൽസിനെ നമ്മൾ ആദ്യമായിട്ട് വേദിയിലോട്ട് ക്ഷണിക്കുകയാണ്. നമ്മുടെ ജനറൽ സെക്രട്ടറി മിസ്റ്റർ KG റഷീദ്, അതുപോലെ തന്നെ നമ്മുടെ ജോയിന്റ് സെക്രട്ടറി മിസ്റ്റർ ഷറഫ്, ടീമിന്റെ കോർഡിനേറ്റർ മൊയിനുദ്ദീൻ, നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പർ ഫിറോസ് ഖാ, നമ്മുടെ ഫുട്ബോളിന്റെ ക്യാപ്റ്റൻ മിസ്റ്റർ ഷെഫീഖ്. വളരെ ഭംഗിയായിട്ട് നമ്മളുടെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ തീർക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. വിജയികൾക്ക് എല്ലാവർക്കും അനുമോദനങ്ങൾ. തോൽവി ഒരിക്കലും എന്താ പറയണ്ടേ, ആരും നിരാശപ്പെടേണ്ട കാര്യമില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ഇയറിൽ വിന്നർ ആവാ എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ എപ്പോഴും ഉണ്ടായിരിക്കുക. അപ്പോ നമുക്ക് ഒഫീഷ്യൽസിനെ എന്താ സംസാരിക്കാമെന്ന് നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. കൂടുതൽ നീട്ടിക്കൊണ്ടുപോകില്ല, ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇന്ത്യയിലെ ടൂർണമെന്റ് നടത്തുന്നത് വാശിയേറിയ മത്സരങ്ങളാവാറുണ്ടെങ്കിലും നമ്മളെല്ലാവരും കൂടിയിട്ട് ഒന്നും കൂടി അടുക്കുക, എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ള രീതിയിലാണ്. ക്രിക്കറ്റിൽ 2 പ്രാവശ്യം വർഷത്തിൽ നാഷണൽ ഡേക്കും സ്പോർട്സ് ഡേക്കും നമ്മൾ നടത്താറുണ്ട്. അതേപോലെ തന്നെ ഫുട്ബോൾ ക്ലോസിങ്. എന്തായാലും ഇതിൻ്റെ പിന്നിൽ ചെറിയൊരു ടൂർണമെൻ്റ് ആയാലും ഒരുപാട് കോർഡിനേഷൻ്റെ ആവശ്യമാണ്.
അവരെ എന്താ പറയുക, തൗഫി, അംദാൻ, ഷഫീഖ്, ഇവരൊക്കെ ഒരു എഫേർട്ടിന് നമ്മൾ ഒരു നല്ലൊരു കൈയടി കൊടുക്കണം. കാരണം സാജിദ് ആരെങ്കിലും വിട്ടുപോയിട്ടിനെ സോറി. കാരണം കോർഡിനേഷൻ ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. അപ്പോൾ ആരെങ്കിലും മുന്നോട്ട് വരണം. എന്തായാലും എല്ലാവർക്കും കളിച്ച 4 ടീമിനും കാണാൻ വന്നവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി മൊമെന്റ്സിന്റെ പേരിൽ നന്ദി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വാശിയേറിയ മത്സരത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഗോൾ കീപ്പർ, നിങ്ങൾക്ക് ആർക്കെങ്കിലും സജഷൻ ഉണ്ടോ? യെസ്, വൺ ആൻഡ് ഓൺലി മിസ്റ്റർ ഷഹൽ. നമ്മളുടെ ഫ്ലയർ ഫോട്ടോസിന്റെ ആളുകളോട് എത്തിയിട്ടുണ്ടോ ആരെങ്കിലും? ഫ്ലയർ ഫോട്ടോസിന്റെ ഒന്ന് കം ഫോർവേഡ് പ്ലീസ്. ഓക്കെ, അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മള് ഫിറോസ് ഖാനെ കൊണ്ട് ഈ ഒരു ഉപഹാരം സമ്മാനിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. സത്യത്തില് നമ്മൾ ആദ്യം വിളിക്കേണ്ടി വരുന്നത് നമ്മളുടെ ഇന്നത്തെ മത്സരം വളരെ നല്ല രീതിയിൽ നിയന്ത്രിച്ച നമ്മുടെ 3 റഫറിമാരെ നമ്മള് ഉപഹാരത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ്. മിസ്റ്റർ സയ്യിദ്, അബ്ബാസ് ക, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം റാഷിഖ്. ഉപഹാരം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സീനിയർ മിസ്റ്റർ ബഷീർ ക. ഏറ്റവും ബെസ്റ്റ് ഡിഫൻഡർ, ആർക്കെങ്കിലും സജഷൻസ്? അതെ, എന്റെ ടീമിലെ മിസ്റ്റർ അമീൻ. ഈ ഒരു സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ സ്വന്തം മിസ്റ്റർ റഹ്മാൻ. അതുമാത്രമല്ല, നമുക്ക് ഈ ട്രോഫി സ്പോൺസർ ചെയ്തിട്ടുള്ളത് റഹ്മാന്റെ സ്വന്തം ബ്രദർ ഡെസ്റ്റിനേഷൻ റേസ്. ടോപ്പ് സ്കോറർ മിസ്റ്റർ ഹാഷിം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഷറഫു ഖാനെ ക്ഷണിക്കുകയാണ്. ഈ കപ്പ് നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ള നമ്മുടെ സ്വന്തം റഷീഖൻ കൂടിയാണ്. ഏറ്റവും ബെസ്റ്റ് പ്ലെയർ മിസ്റ്റർ സുഹൈർ. ഈ ട്രോഫി നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ളത് നമ്മുടെ സ്വന്തം ഫൈസൽക്കാണ്. കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ടീമിന്റെ കോർഡിനേറ്റർ മിസ്റ്റർ മൊയിനുദ്ദീൻ. ഫെയർ പ്ലേ അവാർഡ് ഇത് നമ്മുടെ റഫറിമാരുടെ ഡിസിഷനും കൂടിയാണ്. ദോഹ ഫൈറ്റേഴ്സ്. ഈ ഒരു പ്രൈസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മുഹമ്മദൻസ് ഖത്തറിന്റെ ഫുട്ബോൾ ക്യാപ്റ്റൻ മിസ്റ്റർ ഷഫീഖ്. നമ്മുടെ ഇന്നത്തെ ടൂർണമെന്റിലെ 4ാം സ്ഥാനം ദോഹ ഫൈറ്റേഴ്സ്, 4th place. ഈ ഒരു പ്രൈസ് കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ സ്വന്തം എന്റെ കൂട്ടുകാരൻ മോഹ്സിൻ. ഇന്നത്തെ ടൂർണമെന്റിലെ 3ാം സ്ഥാനം നേടിയ നമ്മുടെ എന്റെ ടീമായിട്ടുള്ള സ്പാർട്ടൻസ്. ഈ ഒരു പ്രൈസ് കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ സീനിയർ പ്ലെയറും മുഹമ്മദൻസ് ഖത്തറിന്റെ സ്വന്തം ഫൈസൽ ഖാനെ ക്ഷണിക്കുന്നു. 2ാം സ്ഥാനം നമ്മുടെ ഇന്നത്തെ റണ്ണേഴ്സ് ഷൂട്ടേഴ്സ്. ഈ റണ്ണേഴ്സ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഞാനും എന്റെ കൂട്ടുകാരൻ നിഷീദ്, നാസർ, ലജീഷ്, ഞങ്ങൾ 4 പേര് കൂട്ടിയിട്ടാണ്. ഈ ഒരു പ്രൈസ് കൊടുക്കുന്നതിന് വേണ്ടി എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ സ്വന്തം ബഷീറിനെ ക്ഷണിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ടൂർണമെന്റിൽ ഇത്രയും വാശിയേറിയിട്ടുള്ള ഒരു മത്സരം എനിക്ക് തോന്നുന്നത് നമ്മുടെ മുഹമ്മദൻസ് ഖത്തറിന്റെ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും ഫസ്റ്റ് ടൈമാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും വാശിയായിട്ടുള്ള മത്സരം. 1ാം സ്ഥാനം നേടിയ വിന്നേഴ്സ് റീബ്രോസ്. ഈ ഒരു പ്രൈസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു വിന്നേഴ്സ് ട്രോഫി നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ളത് ജസ്റ്റ് റൈറ്റ് മീഡിയ. നമ്മളുടെ ഇന്നത്തെ എല്ലാ പ്രോഗ്രാമും വളരെ ഭംഗിയായിട്ട് കവറപ്പ് ചെയ്തിട്ടുള്ള നമ്മുടെ ജസ്റ്റ് റൈറ്റ് മീഡിയ. ഒരു കൈയുടെ ഒരു കൊടുക്കുക എല്ലാവരും കൂടെ. താങ്ക് യു സോ മച്ച്. ഈ ഒരു പ്രൈസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മുഹമ്മദൻസ് ഖത്തറിന്റെ ജനറൽ സെക്രട്ടറി മിസ്റ്റർ KG റഷീദ് അവർ ക്ഷണിക്കുന്നു.